വടകര സെന്റ് ജോൺ സിറിയൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈ വർഷത്തെ സ്കൂൾ മെറിറ്റ് ഡേ ആഘോഷവും വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും നടന്നു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങ് മന്ത്രി അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ വിദ്യാലയത്തിൽ നിന്ന് പഠിച്ച് നല്ല മാർക്കോടെ കടന്നു വന്ന അനുവദികൾ അതിനായിട്ടുള്ള നല്ല സാഹചര്യങ്ങൾ ഉണ്ടായത് നന്നായി വിനിയോഗിക്കാൻ നിങ്ങൾക്ക് കഴിയും, നന്നായി പഠിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് നല്ല മാർക്കുകളോടെ ഇന്ന് വിവിധ ട്രോഫികൾക്ക് നിങ്ങൾ അർഹരായത്. അത് തീർച്ചയായിട്ടും അത് നിലനിർത്തി മുമ്പോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയണം എന്ന് സൂചിപ്പിക്കുവാൻ ഈ അവസരം വിനിയോഗിക്കുന്നത്. പരിസ്ഥിതി ക്ലബ്ബുകളടക്കം ഇങ്ങനെയുള്ള ക്ലബ്ബുകളിലൊക്കെ നിങ്ങൾ അംഗമാകുമ്പോൾ SPCയുടെ ഭാഗമാകുമ്പോൾ അല്ലെങ്കിൽ അതുപോലുള്ള മറ്റ് വിവിധ പദ്ധതികളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ സഹകരിക്കുമ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന നല്ല അനുഭവങ്ങളാണ്, നിങ്ങളുടെ പാഠങ്ങളാണ്. നിങ്ങൾക്ക് ഓരോ ദിവസവും ഓരോ പുതിയ ചാപ്റ്റേഴ്സ് ആണ് ഈ കിട്ടുന്ന അനുഭവങ്ങൾ. അതുകൂടി ചേർത്ത് വെക്കുമ്പോഴാണ് നിങ്ങളുടെ പഠനം പൂർത്തിയാവുന്നു എന്ന് പറയാൻ കഴിയുകയുള്ളൂ. അപ്പം അങ്ങനെ ഉള്ള ഒരു നിരന്തര കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള അതിനുള്ളൊരു താല്പര്യം മുൻനിർത്തി നിങ്ങൾക്ക് നീങ്ങാൻ കഴിയണം എന്നീ അവസരത്തിൽ ഞാൻ ആശംസിക്കുകയാണ്. ചടങ്ങിൽ വെച്ച് വിദ്യാർത്ഥികൾക്കുള്ള വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ നൽകി. സ്കൂൾ ബോർഡ് ചെയർമാൻ ഫാദർ ഏലിയാസ് ജോൺ മണ്ണാത്തിക്കുളം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ വഴികാട്ടികൾ എന്ന് പറയുന്നത് ഇവിടെയുള്ള അധ്യാപകരാണ്. നല്ല കഴിവും അറിവും സ്നേഹവും ഒക്കെ നൽകുന്ന അധ്യാപകരാണ് ഇവിടെ ഉള്ളത്. അവരുടെ ആ കഴിവുകളും ഒക്കെ ഉപയോഗിച്ച് നല്ല വ്യക്തിത്വങ്ങളാക്കി നിങ്ങൾ വളർത്തിയെടുക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ അവർക്ക് കൈത്താങ്ങലായിട്ട് നിൽക്കേണ്ടത് മാതാപിതാക്കന്മാരാണ് എന്ന കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചു. പാമ്പാക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നെവിൻ ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി. 10ാം ക്ലാസ് വരെയുള്ള സമയത്ത് നമ്മൾ പഠിച്ചിരുന്നത് ഒരുപാട് സബ്ജക്റ്റുകളെ കുറിച്ച് നമ്മൾ അല്പാൽപമായി പഠിച്ചിരുന്നു. സയൻസ് പഠിക്കും, സോഷ്യൽ സയൻസ് പഠിക്കും, മാത്സ് പഠിക്കും, ബാക്കിയുള്ള എല്ലാ വിഷയങ്ങളും ഭാഷ, ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി എല്ലാം നമ്മൾ പഠിച്ചിരുന്നു. ഇനി പ്ലസ് വണ്ണിലേക്ക് വന്നു കഴിയുമ്പോൾ ഇതിനൊക്കെ കുറച്ചുകൂടി കാറ്റഗറൈസേഷൻ വരും. ഒന്നുകിൽ ഹിന്ദി പഠിച്ചാൽ മതി, അല്ലെങ്കിൽ മലയാളം പഠിച്ചാൽ മതി, ഒന്നുകിൽ സയൻസ് പഠിക്കാം, അതിൻ്റെ അടുത്ത് മാത്സ് ഒഴിവാക്കിക്കൊണ്ടുള്ള കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാം, അല്ലെങ്കിൽ ബയോമാത്സ് പഠിക്കാം, ഇല്ലെങ്കിൽ മാനവിക വിഷയങ്ങൾ മാത്രമുള്ള ഹ്യൂമാനിറ്റീസ് പഠിക്കാം, ഇതും അല്ലെങ്കിൽ അക്കൗണ്ടൻസി ഉൾപ്പെടെയുള്ള കോമേഴ്സ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പഠിക്കാം. ഇങ്ങനെ നിങ്ങളുടെ ഒരുപാട് ചോയ്സ് ഹയർ സെക്കൻഡറി വരുമ്പോൾ 4 കോമ്പിനേഷനുകളിലേക്കായി മാറുന്നു. ആ 4 കോമ്പിനേഷനുകളിൽ നിന്നും 2 വർഷവും കൂടെ കഴിഞ്ഞ് നിങ്ങൾ ഹയർ സെക്കൻഡറി പാസ്സായി പുറത്തോട്ടിറങ്ങി കഴിയുമ്പോൾ ആ 4ൽ നിന്ന് 40ലേക്ക് 400ലേക്ക് മാറുന്ന തരത്തിൽ വൈവിധ്യമാർന്ന കോഴ്സുകൾ നിങ്ങൾക്ക് ഈ രാജ്യത്ത് അവൈലബിൾ ആയിട്ടുണ്ട്. സയൻസ് പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഒരു എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് പോവുകയാണെങ്കിൽ എണ്ണമറ്റ കോഴ്സുകളാണ് എഞ്ചിനീയറിംഗിൽ നിങ്ങളെ കാത്തിരിക്കുന്നത്. മറ്റ് BCA പോലുള്ള ഒരുപാട് കോഴ്സുകൾ അതിൻ്റെ അകത്തുണ്ട്. ഡിഗ്രിയുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ വൈവിധ്യങ്ങളായ ഒരുപാട് സബ്ജക്റ്റുകൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അക്കൗണ്ടൻസി ഉൾപ്പെടെയുള്ള BCom ഉൾപ്പെടെയുള്ള വിഷയങ്ങളെല്ലാം. ഇപ്പൊ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എപ്പോഴും
ഫുൾ A+ വാങ്ങുന്നത് മാത്രമല്ല, ഒരുപാട് മാർക്ക് സ്കോർ ചെയ്യുന്നത് മാത്രമല്ല വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ഒരു ഓൾറൗണ്ട് ഡെവലപ്മെന്റ് ഓഫ് ഹ്യൂമൻ ബീയിങ് ആണ് ഇപ്പോഴും വിദ്യാഭ്യാസം കൊണ്ട് നമുക്ക് നേടിയെടുക്കപ്പെടുന്നത്. സ്കൂൾ പ്രിൻസിപ്പൽ സാജു സി അഗസ്റ്റിൻ, തിരുമാറാടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റൈസി ടോമിച്ചൻ, പാമ്പാക്കുട ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സ്നോവി ജോർജ്, TTI പ്രിൻസിപ്പൽ ജിലു വർഗീസ്, സ്കൂൾ ഹെഡ്മിസ്ട്രസ് ജയ മാത്യു എന്നിവർ സംസാരിച്ചു. കാർ ആക്സസറീസ് രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയവുമായി കാർ എക്സ്പോ കൂത്താട്ടുകുളം ബാപ്പുജി ജംഗ്ഷനിൽ പ്രമുഖ ബ്രാൻഡുകളുടെ ആൻഡ്രോയിഡ് സ്ക്രീനുകൾ, റെക്കോർഡിംഗ് ക്യാമറ, സ്പീക്കർ, LED ഹെഡ് ലാമ്പുകൾ എന്ന് തുടങ്ങി എല്ലാവിധ വാഹനങ്ങളുടെ കീ ഡ്യൂപ്ലിക്കേറ്റിംഗ്, കീ സെൻസറിംഗ്, റിമോട്ട് കീ, സെന്റർ ലോക്ക്, പവർ വിൻഡോ, റിവേഴ്സ് സെൻസർ, കൂടാതെ വാഹനങ്ങൾക്ക് അനുയോജ്യമായ വീൽ കപ്പുകൾ, സീറ്റ് കവറുകൾ തുടങ്ങിയ ആക്സസറീസുകൾ തവണ വ്യവസ്ഥയിൽ ചെയ്തു നൽകുന്നു. ഇവിടെയെങ്കിലും നല്ലൊരു കളക്ഷൻസ് ഉണ്ടായാൽ മതിയായിരുന്നു. ഹായ്, നമസ്കാരം. നമസ്കാരം. കുറച്ച് ടൈൽസ് ഒക്കെ വന്നത്. ഓക്കെ, വരൂ. എനിക്ക് നല്ല ഭംഗിയുള്ള വെറൈറ്റി ഡിസൈൻസ് ആവണം. പിന്നെ ഇമ്പോർട്ടഡ് ടൈൽസ് വേണം. ഓക്കെ. അതിനൊത്ത് ഭംഗിയുള്ള സാനിറ്ററി ഐറ്റംസും വേണം. ഇതെല്ലാം വാങ്ങുമ്പോ ബഡ്ജറ്റും ഫ്രണ്ട്ലി ആവണം. ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ ഇഷ്ടത്തിന് യാതൊരു കോംപ്രമൈസും പാടില്ല. ഷുവർ സർ. അതെ, കറക്റ്റ് സ്ഥലത്താ വന്നേ. യാതൊരു കോംപ്രമൈസും വേണ്ട. കറക്റ്റ് സ്ഥലത്ത് വന്ന ഒരു കോംപ്രമൈസും ഇല്ല. ഹൗസ് ഓഫ് ടൈൽസ് നിങ്ങളുടെ വീടിന് ആവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ടൈൽസിനും സാനിറ്ററി ഐറ്റംസിനും വിശ്വസ്തയോടുകൂടി സമീപിക്കാവുന്ന സ്ഥാപനം. ഹൗസ് ഓഫ് ടൈൽസ്, കൂത്താട്ടുകുളം, കൊച്ചി.